നീ ഇക്ക ഫാനല്ലേ? അങ്ങനെയേ വരുള്ളൂ. ഈവാൻ സൂരജ് ഫാനാണ്. എന്താണ് ഇത്, ചൈനീസോ? ആ, ഇവൻ സുരേഷ് ഗോപി ഫാനാണ്. അതായിരിക്കും ആശാൻ ഉദ്ദേശിച്ചത്. ആശാനെ നിങ്ങൾ ആ മലയാളം കീബോർഡ് ഉപയോഗിക്കുന്ന പരിപാടി നിർത്ത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് ഇവർ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ സിനിമയെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ അവൻ എയ്തർ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കി മാറ്റും. അതാണ് ഇവിടുത്തെ ഒരു ലൈൻ. ഇനി അങ്ങനെ ഒരുത്തൻ ഇക്കൂട്ടത്തിൽ ആരുടെയും ഫാൻ അല്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ വ്യൂസിന് വേണ്ടി നിഷ്പക്ഷത കാണിക്കുകയാണ്. ഇത് നിഷ്പക്ഷതയും വിക്ഷിപ്തതയൊന്നുമല്ല. സംഭവം സിമ്പിളാണ്. ഞാനിപ്പോൾ മമ്മൂട്ടിയുടെ ഫാനാന്ന് പറഞ്ഞാൽ ഞാൻ മാമാങ്കം ഒരു മാസ്റ്റർ പീസ് ആണെന്ന് പറയേണ്ടി വരും. ഇനി അതല്ല മോഹൻലാലിൻ്റെ ഫാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കാർ ഒരു മഹാസംഭവമാണെന്ന് പറയേണ്ടി വരും. യെസ്, ഇത്രയുള്ള കാര്യം. അവർ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഫാൻസുകാർ അത് ചെയ്യേണ്ടി വരും. കാരണം ബുദ്ധിയുള്ള ഒരു ഫാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം. ഇത് മനസ്സിലാക്കാൻ വലിയ PhD ബുദ്ധിയൊന്നും വേണ്ട. അപ്പോൾ ഒരാൾ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻ ക്ലബ്ബിൽ ചേർന്നേ പറ്റുള്ളൂ എന്നുള്ള പിടിവാശി അങ്ങ് നിർത്ത്. കുറെ കാലമായി ഞാനിത് കേൾക്കുന്നു.